ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു പ്രോട്ടീൻ ലഡുവാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ യൂസ് ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ സീഡൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് വെക്കണം. പിന്നെ ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഞാൻ യൂസ് ചെയ്തത് ബദാമും കാഷ്യൂനട്ടും പിന്നെ പീനട്ട്സും വാൾനട്ടും ആണേ. ഒരുപാട് നേരമൊന്നും റോസ്റ്റ് ചെയ്യേണ്ട, നല്ലൊരു സ്മെല്ല് വരും, അത്ര വരെ റോസ്റ്റ് ചെയ്താൽ മതി. ഇത് റെഡിയായാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി ആ സെയിം പാനിൽ കുറച്ച് മക്കാന ആഡ് ചെയ്തിട്ട് അതും റോസ്റ്റ് ചെയ്ത് വെക്കുക. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തത്, അതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. മക്കാന റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ക്രിസ്പി ആവുന്നവരെ അതിനെ റോസ്റ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ സെയിം പാനിൽ തന്നെ നമുക്ക് സൺഫ്ലവർ സീഡും പംകിൻ സീഡും ഒക്കെ ആഡ് ചെയ്തിട്ട് അതും റോസ്റ്റ് ചെയ്തെടുക്കാം. അതും ഒരുപാട് നേരം ഒന്നും റോസ്റ്റ് ചെയ്യേണ്ട, ഒരു 2-3 മിനിറ്റ്സ് റോസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇതൊക്കെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൾസ് മോഡിൽ ഇട്ടിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യാൻ. ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഗ്രൈൻഡ് ചെയ്തു, അതിന് ശേഷം മക്കാനയും സീഡ്സും ഒക്കെ ഇട്ടിട്ട് അതും ഗ്രൈൻഡ് ചെയ്തു. ഇനി ഇതൊക്കെ കൂടി മിക്സ് ചെയ്യണം. അപ്പം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച ഡേറ്റ്സ് ഉണ്ടല്ലോ, അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അതും ഈ മിക്സിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ലഡുവിൻ്റെ ഷേപ്പിൽ മാറ്റിയെടുക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. ഇതുവരെ ട്രൈ ചെയ്ത ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്.